നമസ്കാരം. ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഈ കാലാവസ്ഥയുടേതാവട്ടെ, അല്ലാതെ തന്നെയാവട്ടെ, ഒട്ടുമിക്ക ആളുകളും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കഫക്കെട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ തുമ്മലും അലർജിയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്. ചില ആളുകൾക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ തുടർച്ചയായിട്ടൊരു 4-5 തവണ തുമ്മുന്ന ആളുകളുണ്ടാവും. ആ തുമ്മാതെ അവരുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ തരത്തിലൊരു ഡസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള ഒരു പൊടി അഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് തുമ്മൽ വരുന്നതോ, അല്ലെങ്കിൽ മൂക്കൊലിപ്പ് തോന്നുന്നതോ, അല്ലെങ്കിൽ കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്ന ആളുകളുണ്ടാവും. ഇത് പലപ്പോഴും ആളുകൾ പറയുന്നത് നമ്മുടെ സെൻസിറ്റീവ്നെസ് കൂടുതലുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ടാണ് പറയാറുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതുകൊണ്ടല്ല, പകരം പെട്ടെന്ന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇത് ചില ആളുകളിൽ ഇങ്ങനെ കൂടി കണ്ടേക്കാം. ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡസ്റ്റ് നമ്മുടെ ബോഡിയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ WBC അല്ലെങ്കിൽ പലതരത്തിലുള്ള ലിംഫോസൈറ്റ് കോശങ്ങളൊക്കെ അത് പ്രവർത്തിക്കാനും അത് കാരണം കൂടുതൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തുമ്മൽ വരുന്നത്, ഈ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഈ ഒരു കണ്ടീഷനുള്ള കൂടുതൽ ആളുകളിലും കണ്ടുവരുന്ന ഒരു 3 ഡെഫിഷ്യൻസീസ് ഉള്ളത്, ആദ്യത്തേത് വൈറ്റമിൻ സിയുടെ അഭാവമായിരിക്കും, അല്ലെങ്കിൽ അത് കുറയുന്നതായിരിക്കും. രണ്ടാമത്തേത് വൈറ്റമിൻ ഡി കുറയുന്നത്. മൂന്നാമത്തേത് സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്ന മിനറൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അലർജിക് റിയാക്ഷൻസ് കൂടാനും ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനുള്ള ടെൻഡൻസി കുറയാനും ചാൻസ് ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. വൈറ്റമിൻ ഡി നമുക്കറിയുന്നതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി എല്ലാ തരത്തിലും എഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ട് അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യണത്, നമ്മുടെ ബോണിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ, എല്ലുകളുടെ ആണെങ്കിലും ബ്രെയിൻ ഫങ്ഷൻ ആണെങ്കിൽ പോലും വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ്. വൈറ്റമിൻ ഡി ഇല്ല എങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രണ്ടാമത്തേന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ WBC എന്ന് പറയുന്ന കോശങ്ങൾ, നമ്മുടെ രക്തത്തിലെ കോശമാണ് WBC എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ ശീതകോശങ്ങൾ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ വെളുത്ത കോശങ്ങൾ എന്ന് പറയാൻ പറ്റും. ആ കോശങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലൊരു വൈറസോ ബാക്ടീരിയാസോ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനെ എൻഗൾഫ് ചെയ്യുക, അതിനെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളൊരു കപ്പാസിറ്റി ഉള്ളതാണ് WBC എന്ന് പറയുന്ന കോശങ്ങൾ. പലപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന CBC എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ്, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ടാവും RBC, WBC, പ്ലേറ്റ്ലെറ്റ്, അതുപോലെ പലതരത്തിലുള്ള കോശങ്ങളുടെയും എണ്ണം കാണുന്നുണ്ടാവും. ടോട്ടൽ എത്രയാണ് നമ്മുടെ അതിലെ കോശങ്ങൾ എന്നൊക്കെ. അപ്പോൾ WBC പലപ്പോഴും കൂടി കാണുന്ന കണ്ടീഷൻസിൽ നമുക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടെന്നൊക്കെ പറയാറുണ്ടാവും. അപ്പോൾ WBC കൂടിയാൽ മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്നുള്ളത്. അപ്പോൾ WBCയുടെ ആക്ടിവേഷൻ, WBC കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ WBCയുടെ ഈ ഒരു ആക്ടിവേഷന്, ഇത് നമ്മൾക്ക് ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലാനുള്ള ഒരു, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി കൂടെ പറഞ്ഞുതരാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്കൊരു 4-5 തുളസിയുടെ ഇല ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറുകപ്പട്ടയും കൂടെ, ചെറിയൊരു പീസ് കറുകപ്പട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് രാവിലെയും രാത്രിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. ഇത് മാത്രം കഴിക്കണം എന്നല്ല, മെഡിക്കേഷൻ ആവശ്യമുള്ളതിന് മെഡിക്കേഷൻ എടുക്കണം. അതല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് സാധാരണ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തുടർച്ചയായിട്ട് ഈ കഫക്കെട്ട് വരുന്നതിൽ കുട്ടികളിലൊക്കെ കഫക്കെട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുതിർന്നവരിലാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ നീര് കഴിക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണയായിട്ട് ഹോമിയോപ്പതിയിൽ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് പാസിഫ്ലോറ എന്ന് പറയുന്നത്. പാസിഫ്ലോറ നമ്മൾ ഒരു വെറൈറ്റി ഓഫ് പാഷൻ ഫ്രൂട്ടാണ്. അതൊരു മെഡിക്കേറ്റഡ് ഫോമിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡ്രോപ്പുകൾ സാധാരണയായിട്ട് നമ്മൾ മെഡിസിനായിട്ട് കൊടുക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ തുമ്മലിനൊക്കെ മെഡിസിനായിട്ട് കൊടുക്കാറുണ്ട്. അതൊരു 1 വീക്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണതാണ്. അതേപോലെ മറ്റൊരു മെഡിസിനാണ് ജസ്റ്റീഷ്യ എന്ന് പറയുന്നത്. അത് നമ്മൾ ഹോമിയോപ്പതിയിൽ മെഡിസിനായിട്ട് കൊടുക്കുന്നതാണ്. തുടർച്ചയായിട്ട് വരുന്ന അലർജിക്കൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. പക്ഷേ അതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആടലോടകം. ആടലോടകം നമ്മൾ എങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ, അതിൻ്റെ റൂട്ടാവട്ടെ, ലീഫാവട്ടെ, അതിൻ്റെ ഫ്ലവർ ആവട്ടെ, ഇത് ഒന്ന് അരച്ചതിന് ശേഷം അതിൻ്റെ നീര് നമ്മൾ 10 ml രാവിലെയും രാത്രിയിലും കഴിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ഒരു അലർജിക്ക് ഒരു ശമനം ഉണ്ടാകും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് മാറുന്നില്ല എങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ACE, അതുപോലെ IG തുടങ്ങിയിട്ടുള്ളവയൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇമ്മ്യൂൺ റിയാക്ഷൻസിൽ
വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ അധികം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ തൈര് കഴിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാൻ, എപ്പോഴും സാലഡുകൾ, വെജ് സാലഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സാലഡുകൾ വേവിച്ച രൂപത്തിൽ കഴിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ അലർജിക് റിയാക്ഷൻ, അതുപോലെ തന്നെ തുമ്മൽ, കഫക്കെട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.